കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ABCD അറിയാതെ കേക്ക് ഉണ്ടാക്കി പഠിച്ച ഒരാളായിരുന്നു കേട്ടോ ഞാൻ. കുറച്ച് വീഡിയോസ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു പ്രേരണ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത്. സംഭവം നടക്കുന്നത് 2020-ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞപ്പോഴത്തേക്ക് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതേ തട്ടിക്കൂട്ട് കേക്കായിട്ട് ആദ്യം ഞാൻ ചെയ്തു കേട്ടോ. ഒരു മെഷർമെൻറ്റും ഇല്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കേക്കായിരുന്നു. എന്നാൽ ഞാനിവിടെ തോറ്റില്ല. രണ്ടാമത് പിറ്റേ ദിവസം തന്നെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് ഞാനൊരു കേക്ക് ഉണ്ടാക്കി. ഈ ഒരു സമയത്തെല്ലാം ഞാൻ കേക്ക് ചെയ്യുന്ന ഗ്യാസ് സ്റ്റോപ്പിലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബീറ്ററിന് പകരം ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൂന്നാമത്തെ കേക്ക് ഉണ്ടാക്കിയത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയായപ്പോൾ കുറച്ചുകൂടി സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാലാമത്തെ കേക്കും ചെയ്തു കേട്ടോ. ഇവിടെയാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ചെയ്തതെല്ലാം വാനില കേക്കായിരുന്നു കേട്ടോ. അടുത്ത ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച വഞ്ചു ആയിരുന്നു. അതും സക്സസ് ആയിരുന്നു കേട്ടോ. ഈ കേക്കിലാണ് കേട്ടോ എൻ്റെ ലൈഫ് ചേഞ്ച് ആയത്. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ഫാമിലി ഫ്രണ്ടായ ഒരാൾ എനിക്കൊരു ഓർഡർ തന്നാണ് കേട്ടോ ഈ ഒരു കേക്ക്. എൻ്റെ ഫസ്റ്റ് ഓർഡർ കേക്കാണിത്. എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അവരെന്നെ മോട്ടിവേറ്റ് ചെയ്ത് അവർ എന്നെ ഒരു രണ്ടാമത്തെ ഓർഡർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അത് കഴിഞ്ഞ് അടുത്ത ചെയ്ത് നോക്കിയത് ഇതുപോലെ ഒരു 2 ടയർ കേക്കായിരുന്നു കേട്ടോ. ഓരോ കേക്ക് ചെയ്യുമ്പോഴും ബെറ്ററായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നേ. ഈ സമയത്തൊന്നും എൻ്റെ കയ്യിൽ ബീറ്ററോ ഓവനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായി ഞാനൊരു 3 ടയർ കേക്കും കൂടി ചെയ്തു കേട്ടോ. ഇതായപ്പോൾ ഞാനൊരു ബീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബ് ഗുരുവാക്കി പഠിച്ച ഒരാളാണ് കേട്ടോ ഞാൻ. എന്തായാലും ഇവിടം വരെ എത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചാനൽ കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കേട്ടോ.